എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടുമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സുപ്രഭാതത്തിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും തീർച്ചയായിട്ടും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഉപകാരമുള്ള ഒരു കാര്യമായിട്ടാണ് എൻ്റെ മനസ്സിലുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് നല്ല ഉപകാരമുള്ളത് കാര്യമായി തന്നെ തോന്നുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്കതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുള്ളൂ. വേറെ ഒന്നുമല്ല, നമ്മൾ വീണ്ടും എപ്പോഴും പറയാറുള്ള പോലെ തന്നെയാണ് മക്കളെക്കുറിച്ച്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കൂടെ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ പറയാമെന്നുള്ളത് മനസ്സിലിങ്ങനെ വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത്. മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മളെ +2 കഴിഞ്ഞിട്ടുള്ള, അതേപോലെ തന്നെ SSLC കഴിഞ്ഞിട്ടുള്ള മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കിപ്പോഴും അവർ ഇനി തുടർ പഠനം ഏത് രീതിയിൽ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് രണ്ട് വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മളെ ഡിപ്ലോമ കോഴ്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡിപ്ലോമ കോഴ്സ് 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് നമ്മളുടെ ഉള്ളത്. അതിനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഡിപ്ലോമ കോഴ്സ് പോളിടെക്നിക്കിൽ നിന്നുള്ള ബിരുദമാണ്. അത് 3 വർഷത്തെ കോഴ്സാണത്. ഒരുപാട് ആൾക്കാർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവില്ലായ്മ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാമെന്ന് വിചാരിച്ചത്. എന്താണ് ഈ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ? ഈ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സിൽ ടെക്നിക്കലായിട്ട് വരുന്നുണ്ട്, മെക്കാനിക്കലായിട്ട് വരുന്നുണ്ട്, സിവിലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു 4-5 തരത്തിലുള്ള വിഭാഗത്തിലുള്ള കോഴ്സാണത്. 3 വർഷത്തെ കോഴ്സാണ്. ഈ 3 വർഷത്തെ കോഴ്സ്, ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് SSLC നല്ല മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള മക്കൾക്ക് ആർക്കും ഇതിൽ ഈ കോഴ്സിന് ചേരാവുന്നതാണ്. ഇത് ചില മക്കൾ നമ്മളെ ചില കുടുംബങ്ങളിലെല്ലാം കണ്ടുവരുന്നതാണ്. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളെന്താണോ വീട്ടിൽ വന്ന് പറയുന്നത് അതിനെക്കുറിച്ചിട്ട് രക്ഷിതാക്കൾക്ക് ഒരു നല്ലൊരു ബോധമില്ലാതെ അവർ ഇന്ന കോഴ്സിന് പഠിക്കണം, 25,000 രൂപ, 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ എന്നൊക്കെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയും. ചില മക്കൾ +2 കഴിഞ്ഞിട്ടാവും പറയുക. +2 കഴിഞ്ഞിട്ട് പറയും എനിക്ക് ആ കോഴ്സിന് ചേരണം, ഈ കോഴ്സിന് ചേരണം. അപ്പോൾ ഒരു കോഴ്സിനായിട്ട് തീരെ ബന്ധമില്ലാത്ത രീതിയിലാണ് ഈ മക്കളുടെ ഒരു രീതികൾ. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് മക്കൾക്ക് അവരുടെ കരിയർ നല്ലൊരു രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത്. അതിൻ്റെ പ്രധാന പങ്ക് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ നമ്മൾ ഗാർഡിയൻസ് തന്നെയാണ്. കാരണം അവർ പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റിൻ്റെ കുറിച്ചിട്ടുള്ള നല്ലൊരു വിശദീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല വെച്ചെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. എന്താണ് ഈ ഡിപ്ലോമ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 3 വർഷത്തെ ഈ ഡിപ്ലോമ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെക്കാനിക്കലായിട്ട് പഠിക്കുന്ന, മെക്കാനിക്കൽ എന്താണ്? ഓട്ടോ മെക്കാനിക്കൽ, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈല്, അതേപോലെ തന്നെ ടൂൾ ആൻഡ് ഡൈ, സിവില്, ഇതെല്ലാം, പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്. ഇത് നമ്മളെ മക്കൾക്ക് ഏത് കോഴ്സിനോ ഏതിനോടാണോ താല്പര്യം വരുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അവർക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഈ 3 വർഷത്തെ ഈ ഡിപ്ലോമ കോഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പോളിടെക്നിക്കിൽ നല്ല മാർക്കോടുകൂടെ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോട് 50% മേലെ, ഒരു 60-70% മാർക്ക്, നല്ല മാർക്ക്, സയൻസ് ഗ്രൂപ്പുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകളിൽ നല്ല മാർക്ക്, A+ അല്ലെങ്കിൽ ഈ ഇതിൽ ഗ്രേഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏത് മക്കൾക്കും എടുക്കാവുന്ന ഒരു കാര്യമാണ്. ഈ 3 വർഷത്തെ ഈ കോഴ്സ് ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള മക്കൾ ചേർന്ന് കഴിഞ്ഞാൽ, ചില ആൾക്കാർ പറയും എന്തിനാണ് ഈ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ +2 എടുക്കാതെ എന്തിനാണ് ഈ ഡിപ്ലോമ കോഴ്സിന് ചേർന്നെന്നുള്ളത്. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് +2ൻ്റെ ആ ഒരു കാറ്റഗറി അതിൽ വരുന്നുണ്ട്.
3 വർഷത്തെ പ്ലസ് ടുവിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഈ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. കാരണം ഈ ഡിപ്ലോമ കോഴ്സ് പാസ്സായിട്ടുള്ള ആൾക്ക് പിന്നെ 3 വർഷത്തെ കോഴ്സ് പാസ്സായിട്ടുള്ള ആൾക്ക് വേണമെങ്കിൽ ഡിഗ്രിക്ക് ചേരണമെങ്കിൽ ചേരാം. അതല്ല എങ്കിൽ പിന്നെ തുടർ പഠനം എന്നുള്ള രീതിയിൽ ഈ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ ബിടെക്കിന് നമ്മൾ ചേരുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തെ ആ ഡിപ്ലോമ ബിടെക്കിൽ ഉണ്ടാകുന്ന 4 വർഷത്തെ കോഴ്സ് പിന്നെ നമ്മൾ ഒരു വർഷം കുറച്ച് പഠിച്ചാൽ മതി. അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ള ഗുണങ്ങൾ. അപ്പോൾ പിന്നെ നമ്മളെന്താ ബിടെക് എൻജിനീയറായി. അപ്പോൾ നമ്മൾ SSLC കഴിഞ്ഞ ഉടനെ തന്നെ 3 വർഷത്തെ പോളിടെക്നിക്കൽ കോഴ്സും കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലാറ്ററൽ എൻട്രി എന്നുള്ള ഇതിൽ കയറിയിട്ട് നമുക്ക് ബിടെക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിവിൽ എഞ്ചിനീയർ. അപ്പോൾ നമുക്ക് എന്തെല്ലാം സർട്ടിഫിക്കറ്റുകൾ നമ്മളെ കയ്യിൽ കിട്ടി. അപ്പോൾ തന്നെ ഏകദേശം ഒരു 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ആ ഒരു കുട്ടി ഏത് കാറ്റഗറിയിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതിനുള്ള ഒരു ബോധം ആ കുട്ടിയിൽ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഒരു SSLC കഴിഞ്ഞിട്ടുണ്ടാവുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ആ കുട്ടീനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഏത് കരിയറിലേക്കാണ് ആ കുട്ടിയുടെ പ്രൊഫഷനിൽ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആ കുട്ടിക്ക് സിവിലിനോടാണ് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ആ സിവിൽ മേഖലയിൽ കൂടെ ആ കുട്ടീനെ നമ്മൾ വിടണം. അതല്ല മെക്കാനിക്കൽ മേഖലയിലാണ് ആ കുട്ടിക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ ആ മെക്കാനിക്കൽ മേഖലയിൽ കൂടെ ആ കുട്ടീനെ വിടണം. ഏതാണ് ആ കുട്ടിയുടെ അഭിരുചിക്ക് അതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ്. അവർ നല്ല രീതിയിൽ അതിനെ ഗൈഡ് കൊടുക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഒരു SSLC കഴിഞ്ഞിട്ടുള്ള കുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു കോളേജ് അറ്റ്മോസ്ഫിയർ ഒക്കെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കുട്ടികളും SSLC കഴിഞ്ഞിട്ട് നേരെ ഈ ഡിപ്ലോമ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ പല കുട്ടികളും ഫെയിലായി പോവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗാർഡിയൻസ് തീർച്ചയായിട്ടും അതിൽ ഒരു നല്ലൊരു ബോധം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പറയുന്നത്, ഈ 3 വർഷത്തെ കോഴ്സ് നല്ല മാർക്കോട് കൂടെ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ അധികം ഫീസൊന്നുമില്ല. ചെറിയൊരു ഫീസിൽ തന്നെ മെറിറ്റ് ലിസ്റ്റിൽ തന്നെ നമ്മൾക്ക് കേരള ഗവൺമെൻറ് പോളിടെക്നിക്കൽ ഒരുപാട് ഓരോ ജില്ലകളിലും ഒരുപാട് പോളിടെക്നിക്കൽ കോളേജുകളുണ്ട്. അവിടെ നിന്നെല്ലാം നമ്മൾ ഈ ഒരു 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് എടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാവുന്നതാണ് നമ്മൾക്ക് അതിൽ അവരുടെ കരിയറിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ഫിനാൻഷ്യലായിട്ട് കുറച്ച് പിന്നാക്കം നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ചെറിയ ഒരു എമൗണ്ടിൽ തന്നെ അവർക്കൊരു ഡിപ്ലോമ കോഴ്സ് കൈക്കലാക്കാനും കഴിയും. വെറുതെ കുട്ടികൾ വന്ന് പറഞ്ഞു കഴിഞ്ഞ് പ്ലസ് 2 കഴിഞ്ഞ് പിന്നെ വീണ്ടും ആ കുട്ടികൾ വന്ന് പറയുകയാണ് എനിക്കൊരു 25,000 അല്ലെങ്കിൽ 1 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 2 ലക്ഷത്തിൻ്റെ കോഴ്സ് പഠിക്കണം, പ്രൈവറ്റ് ആയിട്ടുള്ള കോഴ്സുകൾ. തീർച്ചയായിട്ടും നമ്മൾ ഗവൺമെൻറ് തരുന്ന ആനുകൂല്യങ്ങളെ നമ്മൾ മറന്നു കളഞ്ഞിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ പോലെയുള്ള പല കോഴ്സുകളിലും നമ്മൾ ചെന്ന് ചേരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ കോഴ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ നല്ലൊരു വ്യക്തത മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കും ഈ പോളിടെക്നിൽ ചേരാം. അവിടെ 3 വർഷത്തിന് 2 വർഷം പഠിച്ചാൽ മതി. അതാണ് ഇതിൻ്റെ ലാറ്റിൻ എൻട്രി ഇളവിൽ നമുക്ക് 1 വർഷത്തെ 3 വർഷത്തെ കോഴ്സിൽ നിന്നും 1 വർഷത്തെ കോഴ്സ് നമ്മൾ കുറച്ച് 2 വർഷത്തെ കോഴ്സ് നമ്മൾ അതിൽ പഠിച്ചാൽ മതി. അവിടെയാണ് നമ്മളുടേത്. അപ്പോൾ എന്തായി പ്ലസ് ടു സർട്ടിഫിക്കറ്റുമായി ഡിപ്ലോമയുടെ 2 വർഷമായി. ഈ ഡിപ്ലോമ 2 വർഷം എടുത്തു കഴിഞ്ഞാൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബിടെക്കിന് വീണ്ടും അവിടെ 1 വർഷം കുറവാണ്, വീണ്ടും പഠിക്കണ്ടോ? അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഗുണങ്ങളെല്ലാം. അപ്പോൾ നമുക്ക് അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് നല്ലൊരു കരിയറിനെ പടുത്തുയർത്താനും നമുക്ക് കഴിയും. തീർച്ചയായിട്ടും രക്ഷിതാക്കൾ ഇതിൽ നല്ല ബോധമുണ്ടാവണമെന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. അങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പല മേഖലയും ഈ മക്കളെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അവരെ വാർത്തെടുക്കാൻ കഴിയും. അവരുടെ ഓരോ കാര്യങ്ങളും അവരുടെ കോളേജിൽ പോയിട്ട് അവരുടെ സബ്ജക്റ്റിനെ കുറിച്ചിട്ടും ഓരോ സെമ്മ് കഴിയുമ്പോഴും ആ സെമ്മിലുണ്ടാവുന്ന എന്തെല്ലാം അതിൻ്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മക്കൾ പറയും വേണ്ട എന്നെല്ലാം പറയും, എങ്കിലും കൂടിയിട്ട് നമ്മളത് പോയി അവരുടെ ഈ ഓരോ ഇൻറ്റേൺഷിപ്പിനും ഓരോ സെമ്മിലും അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് എല്ലാം ഉണ്ടാവുമ്പോൾ ആ ഇൻറ്റേൺഷിപ്പിനെ ചേർക്കുമ്പോൾ അതിന് പോകുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടും. അതെല്ലാം നല്ല രീതിയിൽ തന്നെ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ നോക്കണം. തീർച്ചയായിട്ടും ഇതെല്ലാം മക്കൾ പറയും ഇൻറ്റേൺഷിപ്പ് ഇന്ന സ്ഥലത്തുണ്ട്, പാലക്കാടുണ്ട്, എറണാകുളത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരൊരു ടൂറ് പോലെ അങ്ങോട്ട് പോവും. ഇത് രക്ഷിതാക്കൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബന്ധമില്ല, രക്ഷിതാക്കളെ പേടിപ്പിച്ച് നിർത്തും ചെയ്യും. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ
അവരെ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് അവരുടെ ആ ഒരു കോഴ്സിനെ അവർ നല്ല രീതിയിൽ ഒരു പ്രൊഫഷണലായിട്ട് ആ കുട്ടീനെ നമ്മൾക്ക് വാർത്തെടുക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്നത് എൻ്റെ ഒരു അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഞാൻ നാട്ടിൽ ഈ ജനസേവനയിൽ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കൂടെ തീർച്ചയായിട്ടും ഇതിൻ്റെ കോഴ്സിൻ്റെ മറ്റുള്ള വിവരങ്ങൾ ഇതിനെക്കുറിച്ചുള്ള തീർച്ചയായിട്ടും ഇതിനുള്ള വിവരങ്ങൾ തീർച്ചയായും പറയുന്നതായിരിക്കും. എല്ലാവർക്കും ഒരു നല്ലൊരു പുതിയൊരു ദിവസം നേരെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു മോർണിംഗിലുള്ള ഈ ഒരു എനർജി തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവ് ഇതിൽ നിന്ന് ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. കമൻറ്റിൽ വിവരങ്ങളെല്ലാം അറിയിക്കുക. ആരും കമൻറ്റിൽ ഒന്നും പറയുന്നില്ല. അവിടെയാണ് എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റിൽ അതിൻ്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഒരു പുതിയ ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.